അവർ രാവിലെ എഴുന്നേറ്റ് ഈ സ്വബഹി നമസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക കൊണ്ടുവന്ന് ബോംബിടുകയാണ്. 100 ചില്ലാൻ ആളുകൾ മരിച്ചു എന്നാണ് വന്ന വാർത്തകൾ. മരണസംഖ്യ ഇതിനും കൂടും മഹാഭൂരിപക്ഷവും കുട്ടികളാണ്. അപ്പോൾ അതിനോടുള്ള IDFൻ്റെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഔദ്യോഗിക പ്രതികരണം എന്താ അറിയോ? കൗണ്ട് ഈസ് നോട്ട് ആക്യുറേറ്റ് എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞ എണ്ണം ശരിയല്ല, എക്സാജറേറ്റഡ്. 76% സ്കൂളുകൾ അവിടെ സമ്പൂർണ്ണമായി തകർക്കപ്പെട്ടു കഴിഞ്ഞു. ബാക്കി ഭാഗികമായി തകർക്കപ്പെട്ടാണ്. അങ്ങനെ ഭാഗികമായി തകർക്കപ്പെട്ട സ്കൂളുകളിലാണ് നിങ്ങൾ വീട്ടിൽ നിൽക്കരുത്, വീട് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് ലഘുലേഖ ഹെലികോപ്റ്ററിൽ നിന്ന് വരുന്നു. അവിടെ നിന്നുള്ള കുടുംബങ്ങൾ ഒന്നിച്ച് ഇത്തരം സ്കൂളുകളിൽ പോയി താമസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ താമസിക്കുന്ന ഒരു സ്കൂളിലാണ് അവർ രാവിലെ എഴുന്നേറ്റ് ഈ സ്വബഹി നമസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക കൊണ്ടുവന്ന് ബോംബിടുകയാണ്. അപ്പോൾ 100 ചില്ലാൻ ആളുകൾ മരിച്ചു എന്നാണ് വന്ന വാർത്തകൾ. അത് 93 അതിൻ്റെ കൃത്യം കണക്കെന്ന് ഒടുവിൽ വാർത്ത വരുന്നുണ്ട്. 100 കണക്കിന് ആളുകൾ പരിക്കേറ്റ് ആശുപത്രി കിടക്കുന്നുണ്ട്. മരണസംഖ്യ ഇതിനും കൂടും മഹാഭൂരിപക്ഷവും കുട്ടികളാണ്. അപ്പോൾ അതിനോടുള്ള IDFൻ്റെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഔദ്യോഗിക പ്രതികരണം എന്താ അറിയോ? കൗണ്ട് ഈസ് നോട്ട് ആക്യുറേറ്റ് എന്നുള്ളതാണ്. നിങ്ങൾ സ്കൂളിൽ ബോംബിട്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടല്ലോ എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ IDFൻ്റെ സ്പോക്സ്മാൻ പറയുന്നത് കൗണ്ട് ഈസ് നോട്ട് ആക്യുറേറ്റ്. നിങ്ങൾ പറഞ്ഞ എണ്ണം ശരിയല്ല, എക്സാജറേറ്റഡ്. ഇങ്ങനെ മനുഷ്യർക്ക് പ്രതികരിക്കാൻ പറ്റും. അതേ കുറേ കുഞ്ഞുങ്ങളെ കൊന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൗണ്ട് ഈസ് നോട്ട് ആക്യുറേറ്റ് എന്ന് മറുപടി പറയാൻ പറ്റണമെങ്കിൽ അവരുടെ ബോധം എന്താണെന്ന് ആലോചിച്ചു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളത് അതൊരു വിഷയമേ അല്ലാതായിരിക്കുന്നു. ഇപ്പോൾ ഗസയിൽ കൊല്ലപ്പെട്ട 40,000 അടുത്ത ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. 33% കുട്ടികളാണ്, 24% സ്ത്രീകളാണ്. ഇവരെന്താ പറയുന്നത്? അതൊക്കെ ഹമാസ് ടാർഗറ്റുകളാണെന്നാണ്. നോക്കൂ, ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രെസിഷൻ അമ്യുനേഷനുള്ള രാജ്യമാണ്, ഏറ്റവും സൂക്ഷ്മായുധങ്ങളുള്ള രാജ്യമാണ്, ഏറ്റവും മികച്ച സർവിലൻസ് ടെക്നോളജിയുള്ള രാജ്യമാണ്. ഒരു സ്കൂളിൽ സ്കൂൾ ഹമാസ് ബേസാണോ, കുഞ്ഞുങ്ങൾ നിസ്കരിക്കുകയാണോ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ലോകത്താരും വിശ്വസിക്കില്ല. കാരണം അവരുടെ സംവിധാനം അവർക്കുണ്ട്, അതിനുള്ള എല്ലാ സംവിധാനവും അവർക്കുണ്ട്. ഇനി നോക്കൂ, ആക്ച്വലി അവിടെ ഹമാസ് വോളണ്ടിയേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരാളെ ഹമാസ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കൂടെ പ്രശ്നമുണ്ട്. കാരണം അവിടെ ഭരിക്കുന്നത് ഹമാസാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാൾ ഹമാസിൻ്റെ ഉദ്യോഗസ്ഥനായിരിക്കുമല്ലോ, ഹമാസ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും. അയാളെ നിങ്ങൾ ഹമാസ് ടാർഗറ്റായിട്ടാണോ കാണുന്നതെന്നൊരു പ്രശ്നമുണ്ട്. സ്കൂളിലെ അധ്യാപകൻ അയാൾ ഹമാസ് ഗവൺമെൻറ്റിന് ശമ്പളം മേടിക്കുന്ന ഒരാളാണ്. അയാളെ ഹമാസ് ആയിട്ടാണോ ഒരു അധ്യാപകനായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ഒരു ആംബുലൻസ് ഡ്രൈവർ അയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അയാൾ നിങ്ങൾ ഹമാസ് ആയിട്ടാണോ കാണുന്നത്, അതല്ല ആംബുലൻസ് ഡ്രൈവറായിട്ടാണ്? ഈ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. നിങ്ങൾ ഹമാസ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ എനിവേ യഥാർത്ഥത്തിൽ തന്നെയുള്ള ഹമാസുകാർ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ 100 കണക്കിന് കുഞ്ഞുങ്ങൾ താമസിക്കുമെന്ന് വിചാരിക്കുക. ആ ഹമാസുകാരെ കൊല്ലാൻ ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലാം, അങ്ങനെ ഒന്നുണ്ടോ? ലോകത്ത് ഏത് നീതിശാസ്ത്രത്തിലാണ് അങ്ങനെയുള്ളത്? ഏത് ഇൻ്റർനാഷണൽ ലോയിൽ അങ്ങനെയുണ്ട്? യുദ്ധ നിയമത്തിൽ അതുണ്ടോ? അപ്പോൾ ഒരു കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഒരിടത്ത് നിങ്ങളുടെ ടാർഗറ്റായിട്ടുള്ള 1-2 ആളുകൾ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലാം, അവനെ കൊല്ലാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലാം എന്ന് ആരാണ് ഇവരോട് പറഞ്ഞത്? ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മനുഷ്യത്വം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമുണ്ടല്ലോ, അതിൽ തരുമ്പം വിശ്വാസമില്ലാത്തവരാണ്.